family, welcome back to Binammy's life. നമ്മൾ ഇന്ന് ഒരു ജ്വല്ലറി ഹോളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ എല്ലാം ഓണത്തിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഓണത്തിന് ശേഷമാണ് കിട്ടിയത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മാത്രമാണ് നമുക്ക് ഓണത്തിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് വൺ ഒരു കോപ്പർ ഗ്രീൻ പേഴ്സും വൈറ്റ് സ്റ്റോൺസും കൂടി ഉള്ള ഒരു ജ്വല്ലറി സെറ്റാണ്. ഇതിനകത്ത് നെക്ലേസും കമ്മലും കൂടി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത്. സാരിയുടെ കൂടെ നല്ല കുർത്തീസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ജ്വല്ലറി സെറ്റാണിത്. ഇതിന്റെ ബേസ് മെറ്റീരിയൽ കോപ്പർ ആണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടുവരില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ വാങ്ങിയത് 195 റുപ്പീസിനായിരുന്നു. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിന്റെ സെയിൽ ഉള്ളതുകൊണ്ട് 143 റുപ്പീസിന് ഇത് അവൈലബിൾ ആണ്. അടുത്തതൊരു 2 ലൈൻ വൈറ്റ് ആൻഡ് ബ്ലൂ പേൾ ജ്വല്ലറി സെറ്റാണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അത്ര ചീപ്പ് പേഴ്സ് ഒന്നുമല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല പേഴ്സ് ആണ്. ഇത് സോളിഡ് കളർ സാരീസിന്റെ ഒക്കെ കൂടെ നല്ല മാച്ച് ആയിരിക്കും. ഞാൻ വാങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് 188 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച 2 സെറ്റും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി കാണിക്കുന്നതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റലും അതിൽ ഈ ബ്ലൂ കളർ ആർട്ടിഫിഷ്യൽ സ്റ്റോണും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു സെറ്റ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതിന്റെ കൂടെ ഒരു ജിംകായുടെ സെറ്റും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ഈ ഒരു ജിംക വേറെ എക്സ്ട്രാ വാങ്ങിയതായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ പെയർ ചെയ്തത്. ഈ നെക്ലേസിന്റെ സെറ്റിന് 204 രൂപയും ഈ ജുംകയ്ക്ക് 128 രൂപയുമായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ്. കേരള സാരിക്കൊക്കെ ഒപ്പം ഇടാൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത്. അടുത്തത് ഫാൻസി ഇയർ റിങ്സിന്റെ ഒരു കോംബോ സെറ്റാണ്. 139 റുപ്പീസിനാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഓക്സിഡൈസ്ഡ് സിൽവർ കളറിലുള്ള ഇയറിംഗ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. സെന്ററിൽ ഡിഫറെന്റ് കളർ ഓഫ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇത് നമുക്ക് സാരീസിന്റെ കൂടെയും കുർത്തീസിന്റെ കൂടെ ഡ്രസ്സസിന്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അടുത്തത് ഈ ഒരു പേളിന്റെ സെറ്റായിരുന്നു. അത് പക്ഷെ മൊത്തം ഡാമേജ്ഡ് ആയിരുന്നു. അതിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരുന്ന കമ്പിയൊക്കെ തുരുമ്പ് വന്നിട്ട് ആ സ്റ്റോണൊക്കെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സെറ്റ് വന്നത് ഓണത്തിന്റെ തലേ ദിവസമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. പക്ഷേ അതിന്റെ നടുഭാഗം വെച്ച് പൊട്ടിയിട്ടായിരുന്നു വന്നത്. നമുക്ക് അങ്ങനെ ആ ടൈമിൽ വന്നത് കാരണം എനിക്കത് റിട്ടേൺ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കത് വേറെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു നൂല് ഒക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് അത് യൂസ് ചെയ്തത്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ വൈറ്റ് സ്റ്റോണിന്റെ ഒക്കെ നല്ല തിളക്കമൊക്കെ ഉള്ളതായിരുന്നു. ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും വിടാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. 147 രൂപയായിരുന്നു ഞാനിത് വാങ്ങിച്ചപ്പോൾ. പൊട്ടാതെ കിട്ടുമായിരുന്നെങ്കിൽ നല്ല അടിപൊളി ഒരു സെറ്റ് ആയിരുന്നു ഇത്. അടുത്തത് ഒരു ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസിലുള്ള നെക്ലേസും ഇയറിങ്ങും കൂടിയുള്ള സെറ്റാണ്. ലക്ഷ്മി ദേവി ട്രെൻഡ്സ് കളക്ഷൻസിലുള്ളതാണിത്. ഇതിൽ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് സാരീസിന്റെ കൂടെ, പ്രത്യേകിച്ച് കേരള സാരീസിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഈ നെക്ലേസിന് അഡ്ജസ്റ്റബിൾ ഡ്രോ സ്ട്രിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിഡ്സിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 192 റുപ്പീസിനാണ്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ജ്വല്ലറി സെറ്റുകളിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജ്വല്ലറി സെറ്റ് ഇതാണ്. ഇതും ലക്ഷ്മി ദേവിയുടെ ട്രെൻഡിലുള്ള ജ്വല്ലറി സെറ്റാണ്. ഒരു ആന്റിക് ഗോൾഡ് കളറൊക്കെ ആയത് കാരണം നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഇതിന്റെ കൂടെ ലക്ഷ്മി ദേവിയുടെ ഡിസൈനിലുള്ള ഒരു ഇയറിംഗ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊരു ജിംകായ ആയിരുന്നെങ്കിൽ കൂടുതൽ ഭംഗിയാവുമായിരുന്നു. നല്ല വലിപ്പമുള്ള ഒരു ലോക്കറ്റ് ആണ്. അതിലുമുണ്ട് ലക്ഷ്മി ദേവി. പിന്നെ 3 സെറ്റായിട്ട് ആണ് ആ ചെയിൻ പോകുന്നത്. 3 ലക്ഷ്മി ദേവി, 3 ആന, പിന്നെ 3 ഫ്ലവർ, അങ്ങനെയാണ് അതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇത് സാരീസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ അടിപൊളിയാണ്. ഈ ഓക്സിഡൈസ്ഡ് ജുവല്ലറിയുടെ പ്രൈസ് വെറും 217 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വെള്ളമോ വിയർപ്പോ ഒക്കെ പറ്റാതെ നോക്കണം. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കളർ പോകാനുള്ള ചാൻസും ഉണ്ട്. ഈ ഒരു സെറ്റ് മാത്രമാണ് ഇതുവരെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബ്ലാക്ക് ചോക്കർ സെറ്റാണ്. ഓക്സിഡൈസ്ഡ് സിൽവർ ആൻഡ് പേൾസിന്റെ ഒരു ചോക്കർ സെറ്റാണ്. ഇതിന്റെ കൂടെ ഇയറിങ്സും വരുന്നുണ്ട്. ഈ സെറ്റിന്റെ റേറ്റിംഗ് കണ്ടിട്ടാണ് ശരിക്കും ഞാനിത് വാങ്ങിയത്. ഏകദേശം 40,000-ഓളം അടുത്ത് റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിന്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിന്റെ ഡ്രോ സ്ട്രിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റൽ ഓർണമെന്റ്സ് ഇടുമ്പോൾ അലർജി ഉണ്ടാകുന്നവർക്ക് ഈ ഒരു സെറ്റ് നല്ലതായിരിക്കും.
ഇതിന്റെ കൂടെ പീകോക്ക് ഡിസൈനിൽ അടിയിൽ വൈറ്റ് കളർ പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ജുംക്ക കൂടി വരുന്നുണ്ട്. ഓവറോൾ ഈ സെറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇതിന് ഞാൻ പേ ചെയ്തിട്ടുള്ളത് 144 രൂപയാണ്. 144 രൂപയ്ക്ക് ഇതൊരു വർത്തി പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഒരു ടിബറ്റൻ ബീഡ്സ് നെക്ലേസ് ആണ്. മൾട്ടി കളർ ബീഡ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസ്. ഒരു വലിയ ലോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇത് സോളിഡ് കളർ സാരീസ് കുർത്തീസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലേസ് ആണ്. 122 റുപ്പീസ് ആയിരുന്നു ഇതിന്റെ പ്രൈസ്. ഇത്രയും കളക്ഷൻസ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് സെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.